കർത്താവിനാൽ സ്നേഹമുള്ളവരെ, വചനവയലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ലേവ്യ പുസ്തകം 26 അധ്യായം 44 മുതലുള്ള തിരുവചനങ്ങൾ. ഇതെല്ലാമാണെങ്കിലും ശത്രുദേശത്തായിരിക്കുമ്പോൾ ഞാൻ അവരെ പരിപൂർണമായി തള്ളിക്കളയുകയോ അവരോടുള്ള ഉടമ്പടി ലംഘിക്കുന്ന വിധത്തിൽ അവരെ വെറുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുകയില്ല. എന്തെന്നാൽ ഞാൻ അവരുടെ ദൈവമായ കർത്താവാണ്. ഞാൻ ജനതകൾ കാണുക ഈജിപ്റ്റ് ദേശത്തു നിന്ന് കൊണ്ടുവന്ന അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി അവരെ പ്രതി അനുസ്മരിക്കും. അങ്ങനെ ഞാൻ അവരുടെ ദൈവമായിരിക്കും. ഞാനാണ് കർത്താവ്. പ്രിയപ്പെട്ടവരെ, വചനത്തിലൂടെ ദൈവികമായ തലത്തിൽ ഒരു അവിശ്വസ്തത കാണിച്ചാൽ അതിനെന്താണ് ദൈവം പ്രതികാരം ചെയ്യുന്നതെന്നും അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്നും അതിനുള്ള ശിക്ഷകളും പ്രതിവിധികളും എന്തൊക്കെയാണ് എന്നും വളരെ വിശദമായി വചനത്തിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഒരു ദേശം തന്നെ അനുഗ്രഹത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയാകുന്ന പാപങ്ങളാണ് ജനത്തിൻ്റെ അവിശ്വസ്തത. അപ്പോൾ ജനം അവിശ്വസ്തമായി പ്രവർത്തിച്ചാൽ ദൈവവും അവരിൽ നിന്ന് മുഖം തിരിച്ചു നിൽക്കുമെന്നും അവരുടെ ദേശം ശൂന്യമാകുവാൻ കർത്താവ് ഇടയാക്കുമെന്നും ഒക്കെ അരുളി ചെയ്യുന്നുണ്ട്. ശത്രുദേശത്തായിരിക്കുമ്പോഴും അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് പറയുമ്പോഴും അതിനപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ ഒരു വലിയ കരുണയുടെ മുഖം നമുക്ക് കാണാനായിട്ട് സാധിക്കും. 44 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുകയാണ്, ഇതെല്ലാമാണെങ്കിലും ശത്രുദേശത്തായിരിക്കുമ്പോൾ ഞാൻ അവരെ പരിപൂർണമായി തള്ളിക്കളയുകയില്ല. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത്രമാത്രം തിന്മ പ്രവർത്തിച്ചിട്ടും തിരുത്തുകൾ നൽകിയിട്ടും അനുസരിക്കാത്തൊരു ജനതയോട് കർത്താവ് വീണ്ടും ഒരു കരുണയുടെ മുഖം കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് അവരുടെ പൂർവ്വ പിതാക്കന്മാരോട് ചെയ്ത ഒരു ഉടമ്പടിയുടെ ബാക്കിയായിട്ടാണ്. അതുകൊണ്ട് അവരെ ഞാൻ പരിപൂർണമായി തള്ളിക്കളയുകയോ അവരോടുള്ള ഉടമ്പടി ലംഘിക്കുന്ന വിധത്തിൽ അവരെ വെറുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുകയില്ല. ദൈവം ആ വ്യക്തികളെ വെറുക്കുന്നില്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഒരു മഹാമനസ്കതയായി നാം കാണേണ്ടത്. ആവർത്തിച്ച് ദൈവനിന്ദപരമായ കാര്യങ്ങൾ ചെയ്തിട്ടും ദൈവം അവരെ വെറുക്കുന്നില്ല, മറിച്ച് അവരെ കൂടുതൽ തന്നിലേക്ക് അടുപ്പിക്കുവാൻ ഹൃദയപൂർവ്വം അവരെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അവരെ വെറുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ഞാനാണ് അവരുടെ ദൈവമായ കർത്താവെന്നും വചനം ഓർപ്പിക്കുന്നു. അപ്പോൾ ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്ന വ്യക്തികളുടെയും ആധിപത്യം ദൈവത്തിന് മാത്രമാണ്. പലപ്പോഴും പലരും ജീവിതകാലത്ത് വലിയ ദൈവനിഷേധികളായി അറിയപ്പെടുന്നുണ്ട് എങ്കിലും അവർക്ക് മേൽ പോലും ദൈവത്തിൻ്റെ ഒരു കരുണയുടെ കൈ കടന്നു വരുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം. അപ്പോൾ ഞാനാണ് അവരുടെ ദൈവമായ കർത്താവ് എന്നുള്ളത് കൊണ്ട് അവരെ ഒരിക്കലും ഞാൻ നിത്യമായൊരു നാശത്തിലേക്ക് തള്ളിവിടുകയില്ല എന്നും ജനതകൾ കാണുക ഈജിപ്ത് ദേശത്തു നിന്ന് കൊണ്ടുവന്ന അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി കർത്താവ് അനുസ്മരിക്കുമെന്നും കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവം ചെയ്ത ഉടമ്പടി, പൂർവ്വപിതാക്കന്മാർക്ക് നൽകിയ ഉടമ്പടി എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഉടമ്പടി. അപ്പോൾ പരസ്പരമുള്ള ഒരു ബന്ധം, ആ ബന്ധത്തിലുടനീളം നിലനിൽക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, അതുകൊണ്ട് അതൊന്നും ഒരിക്കലും പൂർണ്ണമായി നശിപ്പിക്കപ്പെടുകയില്ല എന്നുള്ളൊരു ഉറപ്പ് കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഞാനായിരിക്കും നിങ്ങളുടെ ദൈവമായ കർത്താവ്, അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ മേൽ ആധിപത്യവും അധികാരവും ഉണ്ട് എന്ന വചനം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നു. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ആദർശിച്ചു.